നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വീട്ടിലെ ശക്തിയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ. തുടക്കത്തിൽ തന്നെ ടോപ്പ് 5-ൽ എത്തുമെന്ന് തോന്നിപ്പിച്ച മത്സരാർത്ഥി. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത് ജാസ്മിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നതാണ്. സഹതാരമായ ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദമാണ് വിമർശനത്തിന്റെ അടിസ്ഥാനം. വീടിനകത്തും പുറത്തും ഈ കൂട്ടുകെട്ട് കടുത്ത വിമർശനം നേരിടുന്നുണ്ട്. ലാലേട്ടനടക്കം ഈ വിഷയത്തിൽ ജാസ്മിനോടും ഗബ്രിയോടും വിശദീകരണം ചെയ്തിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഗബ്രിയും ജാസ്മിനും പിരിയുന്ന തരത്തിലുള്ള സംസാരവും നടന്നിരുന്നു. എന്നാൽ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന രംഗങ്ങൾ ആരാധകർ ജിബ്രികൾ എന്ന് വിളിക്കപ്പെടുന്ന കൂട്ടുകെട്ട് ഉടനൊന്നും പിരിയില്ല എന്നാണ്. ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് നടക്കുന്നതിന് ബിഗ് ബോസ് വീട് വീണ്ടും സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഇന്നലെ നടന്ന ഗെയിമിലും ജാസ്മിൻ ഗബ്രിയുമായുള്ള സൗഹൃദം കാണിച്ചുവെന്നാണ് വിമർശനം. ഇന്നലെ ടാസ്കിനിടെ ഇക്കാര്യം നന്ദന ചോദ്യം ചെയ്തിരുന്നു. രണ്ടിടത്ത് കാലുവെക്കുന്നുവെന്ന് ജാസ്മിനെതിരെ നന്ദന വിമർശനം ഉയർത്തിയിരുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ വലിയ തർക്കമുണ്ടാവുകയും ചെയ്തു. തുടർന്ന് തനിക്ക് ടീമും തന്റെ സുഹൃത്തും ഒരുപോലെ വേണ്ടപ്പെട്ടതാണെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു. അവസാനം നീ 2 വഞ്ചിയിൽ കാലുകുത്തി കളിക്കലേ ജാസ്മിനെ എന്ന് നന്ദന പറഞ്ഞപ്പോൾ, അതേടി ഞാൻ 2 വഞ്ചിയിൽ കാലുകുത്തും, എനിക്കെന്റെ സുഹൃത്താണ് വലുത്, എനിക്ക് സുഹൃത്തും വേണം, എന്റെ ടീമും വേണം എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.